السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد صلى الله عليك يا رسول الله وسلم عليك يا نبي الله. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വാക്കുകളും പ്രവർത്തികളും പറയലും കേൾക്കലും നസീഹത്തും എല്ലാം അല്ലാഹു പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. റമദാനിലെ നടുവിലത്തെ 10 ആണ് നമ്മൾ ഉള്ളത്. ബദർ ശുഹദാ ദിനം, ബദറുൽ കുബ്ര, ബദറുൽ ഉളുമ, ബദറുൽ സാനിയ, ബദറുൽ ഹൈതാൻ, ബദറുൽ ഫുർഖാൻ എന്ന പേരിലൊക്കെ ഇതിനെ പരിചയപ്പെടുത്തുന്ന മഹാന്മാർ. നീതിയും അനീതിയും, ധർമ്മവും അധർമ്മവും, സത്യവും അസത്യവും വേർതിരിച്ച ദിവസം. നമുക്കറിയാം, നമുക്ക് ബദരീങ്ങളെ സംബന്ധിച്ച് കേട്ടവരാണ്. ബദരീങ്ങളെ അറിയാത്തവരാരുമില്ല. ബദരീങ്ങളെ പരിചയപ്പെടാത്തവരും ബദരീങ്ങളെ വിളിക്കാത്തവരും ബദർ പാടാത്തവരും ആരുമില്ല. എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ്. ഒട്ടിയ വയറുമായി ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാതെ പട്ടിണി കടന്ന് ഹിജ്റ 2-ാം വർഷം റമദാൻ 17 ഒരു ജുമാ ദിവസം അവർ ബദറിലേക്ക് പോവുകയാണ്, ബദറിൽ സംഗമിക്കുകയാണ്. ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തത് 313 314 315 അഭിപ്രായങ്ങൾ ഉണ്ട്. നാം വിശ്വസിക്കുന്നത് 313 എന്നാണ്. അതിൽ 14 ആളുകൾ ഷഹീദായി. ആ 14 ആളുകളുടെ പേരുകളും അവർ ഷഹീദായതുമൊക്കെ ബദർ രണാങ്കണത്തിൽ പോയാൽ അവിടെ ഒരു ഫലകത്തിൻ്റെ മുകളിൽ, മാർബിൾ ഫലകത്തിൻ്റെ മുകളിൽ എഴുതി വെച്ചത് കാണാം ഓരോ സഹാബികളുടെയും പേര്. മദീനയിൽ നിന്ന് 4 മർഹല ദൂരമുള്ള മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് ബദർ. എന്താണ് ബദർ എന്ന് പേര് വരാനുള്ള കാരണം? ബദർ ബിനുൽ ഹാരിസ് എന്നയാൾ കുഴിച്ച ഒരു കിണർ അവിടെ ഉണ്ടായിരുന്നു. ബദർ ബിനുൽ ഹാരിസ് എന്ന ഒരാൾ കുഴിച്ച ഒരു കിണർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ അയാളുടെ പേരുമായി ബന്ധപ്പെടുത്തി ബദർ 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 എന്ന് പേര് വരാൻ കാരണമുണ്ടായി. മക്കയിലെ കൊടും പീഡനങ്ങളും ത്യാഗജീവിതവും ഏറെ സഹിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും അള്ളാഹുവിൻ്റെ അനുമതിയോടെ മദീനയിലെത്തി. മക്കയിൽ നിന്ന് ജനിച്ച നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ ശത്രുക്കൾ ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തപ്പോൾ നബിതങ്ങൾ സ്വന്തം നാടും വീടും കുടുംബങ്ങളെല്ലാം വിട്ട് മദീനയിലെത്തി. ഒരുപാട് കാലം പിന്നെയും പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വിരൽ ചൂണ്ടുകയോ അവരോട് എന്തെങ്കിലും മോശമായ വാക്കോ പ്രവർത്തികളോ ചെയ്യുകയോ ചെയ്തില്ല. എല്ലാം സഹിച്ചു. ആ സഹിക്കുന്നതിൻ്റെ ഇടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രതിരോധിക്കാൻ ആവശ്യപ്പെടുന്നത്. ബദർ യുദ്ധം, ഇസ്ലാമിലെ യുദ്ധങ്ങളൊക്കെ പ്രതിരോധങ്ങളാണ്, ഏറ്റുമുട്ടലുകളല്ല. ഒരാൾ നമ്മളെ അടിക്കാൻ വരുമ്പോൾ ആ അടിക്ക് തിരിച്ചടിയല്ല, ആ അടിയെ തടുക്കലാണ്. അതാണ് ഇസ്ലാമിക യുദ്ധങ്ങൾ. നമുക്കറിയാം, ലോകരാഷ്ട്രങ്ങളിൽ യുദ്ധങ്ങൾ നടക്കുന്നു. എത്രയോ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ നടന്നു. പാകിസ്ഥാനും അതുപോലെ ഇറാനും ഇറാഖും, കുവൈത്തും ഇറാഖും ലക്ഷങ്ങൾ മരിച്ചു വീണു. ബഗ്ദാദിൽ എത്രയാണ് മരിച്ചു വീണത്? എന്നാൽ ബദർ രണാങ്കണത്തിൽ മരിച്ചു വീണത് കൈവിരലിൽ എണ്ണാവുന്ന ജനങ്ങൾ മാത്രം. അപ്പോൾ പ്രതിരോധമായിരുന്നു, സംഘടനമല്ലായിരുന്നു. നാം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിച്ച മതമല്ല. ഇസ്ലാം വർഗീയവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും മതമല്ല എന്ന്
നാം ഓരോരുത്തരും മനസ്സിലാക്കുകയും അതറിയുകയും പഠിച്ചു വെക്കുകയും ചെയ്യണമെന്ന് ഇടക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ആ ബദർ യുദ്ധം നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി ഇസ്ലാമിലെ സ്വാതന്ത്ര്യ ദിനമെന്ന്, ഇസ്ലാമിൻ്റെ ഭരണം, ഇസ്ലാമിൻ്റെ നിയമങ്ങളും ഇസ്ലാമിൻ്റെ ആചാരാനുഷ്ഠാന കർമ്മങ്ങളും ലോകത്ത് നടപ്പിലാക്കാനും ലോകത്ത് പ്രവർത്തിക്കാനും മുസ്ലിമായ മനുഷ്യന് ഇസ്ലാമികപരമായിട്ട് പ്രവർത്തിക്കാനും ആരാധന നടത്താനുമുള്ള ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു ആ പോരാട്ടം. ഇന്ന് നമ്മൾ മുസ്ലിമായി ജീവിക്കുന്നത്, ഇന്ന് നമ്മൾ മുസ്ലിമിൻ്റെ ഷിആറിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, പള്ളികളും മദ്രസകളും ദർസുകളും എല്ലാം നടത്തുന്നത് അന്ന് ബദരീങ്ങൾ ആ ബദർ രണാങ്കണത്തിൽ, അടർക്കളത്തിൽ, പോർക്കളത്തിൽ, രണവീഥിയിൽ അടരാടി നീതിക്ക് വേണ്ടി പോരാടി നീതി വാങ്ങിയത് കൊണ്ടാണ്, സത്യത്തിന് വേണ്ടി പോരാടി സത്യം നിലനിർത്തിയത് കൊണ്ടാണ്, ധർമ്മത്തിന് വേണ്ടി പോരാടി ധർമ്മം സ്ഥാപിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മളൊക്കെ ഇസ്ലാമിൻ്റെ ഷിആറോടുകൂടി ഇവിടെ ജീവിക്കുന്നത്. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ആ ബദരീങ്ങളെ അനുസ്മരിക്കുന്ന മഹത്തായ ബദരീങ്ങളുടെ ആണ്ട് റമളാൻ 17-നാണ്. ഈ മഗ്ഫിറത്തിൻ്റെ 10-ൽ അങ്ങനെ ഒരു സംഭവം കൂടി ഈ മഗ്ഫിറത്തിൻ്റെ 10-ൽ ഉണ്ട് എന്ന് ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ എല്ലാവരെയും അവൻ്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ബദർ ശുഹദാക്കൾ അവർ അല്ലാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളാണ്. മഹാന്മാരായ ബദരീങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തആല ശുഹദാക്കളെ സംബന്ധിച്ച് പറഞ്ഞത്, ലാ തഹസബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ രണാങ്കണത്തിൽ, പോർക്കളത്തിൽ, അടർക്കളത്തിൽ അടരാടി ധീരമൃത്യു വരിച്ച ധീര രക്തസാക്ഷികളെ സംബന്ധിച്ച് മരിച്ചു എന്ന് ഖുതിലൂ വലാ തഹസബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത. അവർ കൊല്ലപ്പെട്ടു എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്, പറയൽ പോയിട്ട് വിചാരിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം. അവർ അല്ലാഹുവിൻ്റെ അരികത്ത് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അവരേത് സമയത്ത് വിളിച്ചാലും അവർ വരും. അവർ വിളിച്ചാൽ വെളിപ്പുറത്താണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു, മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു, അല്ലാഹു തആല പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അപ്പോൾ ബദർ ശുഹദാക്കളുടെ റൂഹുകൾ, അർവാഹുകൾ പാറിപ്പറക്കുകയാണ്. അവർ വിളിച്ചാൽ വെളിപ്പുറത്തുണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുകയും ആ സുഹാബുൽ ബദരീങ്ങളുടെ പേര് വിളിച്ച് ഒരു കാര്യം അള്ളാഹുവിനോട് ചോദിച്ചാൽ, ദുനിയാവിൽ അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ബദരീങ്ങളാണ്. കാരണം അള്ളാഹുവിൻ്റെ ദീന് നിലനിൽക്കാൻ വേണ്ടി അടരാടിയവരാണ്. ആ ബദരീങ്ങളെ വിളിച്ച് എന്തെങ്കിലും വിഷയം പറഞ്ഞാൽ അത് അല്ലാഹു തആല അപ്പോൾ തന്നെ സാധിപ്പിച്ച് തരും എന്നുള്ളത് സത്യമാണ്. നിങ്ങൾ നോക്ക്, മഹാന്മാരായ ആളുകൾ, സഹാബികൾ, അവർ ഷഹീദാകാൻ വേണ്ടി അടർക്കളത്തിലിറങ്ങി അടരാടി ഷഹീദാകാൻ വേണ്ടി വെമ്പൽ കൊണ്ടവരാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, യുക്തിവാദികളും നിരീശ്വരവാദികളും നിർമ്മതവാദികളും അതുപോലെ മറ്റുള്ളവരുമൊക്കെ അധികരിച്ച കാലമാണ്. വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ചാനലുകളിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ട് പലതും പ്രചരിപ്പിക്കുന്ന കാലമാണ്. അതിലൊന്നും നമ്മളാരും പെട്ടുപോകാതെ നാം എങ്ങനെയാണോ നമ്മുടെ ഉമ്മമാർ, ഉപ്പാപ്പമാർ, മഹാന്മാരായ ആളുകൾ, ആലിമീങ്ങൾ, സദാത്തുക്കൾ അവർ നമുക്ക് വരച്ച് കാട്ടിത്തന്ന ഒരേ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം അനുസരിച്ച് ഞാനും നിങ്ങളും ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു, നമുക്കറിയാം ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ 10 വയസ്സ് കൂടുതലുള്ള സഹാബിയാണ്. ആ സഹാബി അടർക്കളത്തിൽ ശത്രുക്കളോട് അടരാടി എന്ന് മാത്രമല്ല, മഹാനവറുകളുടെ കാലിന് ശത്രുക്കൾ വെട്ടി മഹാനവറുകൾ നിലത്ത് വീണു. ആ സമയത്ത് മഹാന്മാരായ സഹാബത്തെ കിറാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അരികത്തേക്ക് കൊണ്ടുപോവുകയാണ്.
കൊണ്ടുപോകുന്ന സമയത്ത് ഉബൈദത്ത് റളിയല്ലാഹു തആല കരയുകയാണ്. കാലിന് വെട്ടേറ്റ് മുറിഞ്ഞു കിടക്കുന്ന കാലിൻ്റെ വേദനയുടെ ഗാംഭീര്യം കൊണ്ട് കരയുകയല്ല, അല്ലെങ്കിൽ ആ രക്തം ഇങ്ങനെ ഒഴുകുന്നത് കണ്ടിട്ട് കരയുകയല്ല, മറിച്ച് ഷഹീദാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിച്ച് കരയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികത്തേക്ക് കൊണ്ടുപോവുകയാണ്. പോകിന്താർ ഇരുപേരും അതിക്ഷണത്തിൽ പുകഴും ഹബീബുല്ലാഹ് തിരുമുമ്പത്തി ചുഗന്ധേ ഉബൈദത്തെ എടുത്തതമ്മ ചോരിമ്പ് വരും വാഴി ഒഴുകും ദമ്മ. രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. റസൂലുള്ളാഹിന്റെ അരികത്തെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ തോളിലുണ്ടായിരുന്ന ആ ഷാൾ വിരിച്ചിട്ട് ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ അത് വെക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. നികരറ്റവർ യാസീൻ ഹബീബുള്ളാന്റെ നേസത്തിരു മുമ്പിൽ കിടത്തിക്കൊണ്ട് ഉഗന്ധേനജിയൊള്ളാൻ അവർ ചൊല്ലവേ ഉടയോൻ പുകഴ്ന്നിട്ട് റസൂലുള്ളാവേ. ഇതങ്ങ് പറഞ്ഞ് സംഭവങ്ങളൊക്കെ വിവരിച്ച് സഹാബത്തങ്ങ് കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹു പറയുന്ന വാക്കെന്താണ്? മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം. ബദ്രീങ്ങളുടെ ആണ്ട് കഴിക്കുന്ന ഞാനും എൻ്റെയും നിങ്ങളുടെയും മനസ്സിന്റെ അടിത്തട്ടിൽ കുറിച്ചു വെക്കേണ്ട, അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ട ഒരു വാക്കാണ് ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. എന്താ പറയുന്നത്? ബഞ്ചക്കളം വിട്ട് പിരിന്തോന്നാനേ വെളിചേർ ഷഹീദാമോ അന പൊന്മാനേ. നബിയെ, ഞാൻ ആ യുദ്ധക്കളത്തിൽ വെച്ച് അതാ വെട്ടറ്റ് വീണ ഒരാളാണ്. എനിക്ക് ഷഹീദിന്റെ കൂലിയുണ്ടോ? എനിക്ക് സ്വർഗം അധ്വാനിച്ചു കിട്ടുമോ? വെറുതെയല്ല. അപ്പോഴാണ് നബിതങ്ങൾ പറയുന്നത്, പൊൻചമ്പക പൊൻചൂണ്ടനക്കി ഉമ്മി പോറ്റി ഹുസൈനാലൊറ്റ ബീനായമ്മീ ചഞ്ചൽ ഫളിലുറ്റ ഷഹീദാകും നീ ചവിത്ത് ഉബൈദത്തോർ ചേറുമുണ്ടന്നീ. മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹു അതാ അവിടുന്ന് സന്തോഷിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു മുഅ്ജിസത്ത് റസൂലുള്ളാഹിന്റെ അമാനുഷികമായ ഒരു സംഭവമുണ്ട്. ആ വെട്ടറ്റ് മുറിഞ്ഞു കിടക്കുന്ന കാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമിനീര് അവിടെ പുരട്ടിക്കൊണ്ട് ആ കാല് അതാ മരുന്ന് വെക്കാതെ ഒരു മെഡിസിനും ചെയ്യാതെ തൻ്റെ ഉമിനീരാകുന്ന മെഡിസിൻ പുരട്ടിക്കൊണ്ട് കാൽ അതാ മുറിഞ്ഞു പോയ കാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബെൽഡ് ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, അവിടുന്ന് ബാറക്കല്ലാഹു ഫീക് എന്ന് പറഞ്ഞ് മന്ത്രിച്ചതിന് ശേഷം ഉബൈദ് തങ്ങളോട് എഴുന്നേറ്റ് നിൽക്കാൻ ആവശ്യപ്പെടുകയാണ്, നടക്കാൻ ആവശ്യപ്പെടുകയാണ്. ഞാനിത് പറയുന്നത് ആ ഉബൈദ് റളിയല്ലാഹു തആല അൻഹു സുബ്ഹാനല്ലാഹ് വഴിയിൽ വെച്ച് യുദ്ധമെല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ തിരിച്ചു വരുമ്പോൾ വഴിയിൽ വെച്ച് മഹാനവറുകൾ വഫാത്തായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഞാൻ ഈ സംഭവം ഇവിടെ ചുരുങ്ങിയ വാക്കിൽ പറയാനുള്ള കാരണം എന്താണെന്നറിയുമോ? ബദ്രീങ്ങൾ അവർ മഹാന്മാരാണ്. അല്ലാഹു തആലക്ക് വേണ്ടി പോരാടാനും അടരാടാനും രക്തസാക്ഷിയാവാനും കൊതിച്ചവരാണ്. അവരെയൊക്കെ വിളിച്ചുകൊണ്ട് റബ്ബിനോട് വല്ലതും ചോദിച്ചാൽ അത് സത്യമായി പുലരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നാം ബദ്രീങ്ങളെ സ്നേഹിച്ച് ബദ്രീങ്ങളെ പേരുകൾ പറഞ്ഞ് ബദ്രീങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെയും തൗഫീഖ് ചെയ്യട്ടെ. ഈ ബദർ ശുഹദാ ദിനത്തിൽ എല്ലാവരുടെ വീടുകളിലും റൂമുകളിലും വിദേശികളും പ്രവാസികളാണെങ്കിൽ അവരുടെ റൂമുകളിൽ വെച്ചും എല്ലാതെയും പള്ളിയിൽ നിന്ന് കൂട്ടമായി ചെല്ലുന്നതിന് പുറമെ അസ്മാഉൽ ബദർ എന്ന ബദ്രീങ്ങളുടെ 313 പേര് നാം ഒക്കെ ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, കടങ്ങൾ, ദാരിദ്ര്യം, വീട് പണി തീരാൻ, മക്കളെ കെട്ടിക്കാൻ എല്ലാം റബ്ബിനോട് ചോദിച്ചാൽ റബ്ബ് ഹാസിലാക്കി തരും എന്നുള്ളത് സത്യമാണ്. എത്രയോ അനുഭവങ്ങളുണ്ട്. രോഗമുള്ളവർ അല്ലാഹു തആല ബദ്രീങ്ങളുടെ ഹക്ക് കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. തവസ്സൽനാ
ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. CM ചാരിറ്റി സെൽ പുത്തനത്താണി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ മഹത്തായ സംഘടന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ റമദാനിൽ പാവപ്പെട്ടവർ വയനാടിൻ്റെ മലമടക്കുകളിൽ ഒരു സഹായമെത്താത്ത സ്ഥലങ്ങൾ അല്ലാഹുവേ ഞാനൊക്കെ പോയി കണ്ടതാണ്. അവിടെ ചെറ്റക്കുടിലിൽ കഴിയുന്ന അവർക്ക് ഭക്ഷണം, വസ്ത്രം, വെള്ളം, കിറ്റുകൾ, പെരുന്നാൾ ഭക്ഷണങ്ങൾ, സുബ്ഹാനല്ലാഹ്, നിസ്കാരക്കുപ്പായങ്ങൾ, മുസ്ഹഫുകൾ ഒക്കെ നൽകി. പടച്ച റബ്ബേ, നൂറുകണക്കിന് മുതഅല്ലിമീങ്ങൾക്ക് പെരുന്നാൾ ഡ്രസ്സുകൾ നൽകി, ഉസ്താദുമാർക്ക് നൽകി. പടച്ച റബ്ബേ, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം RCCയിൽ നോമ്പുതുറ നടത്തി. അങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ഉള്ളവരിൽ നിന്ന് സംഘടിപ്പിച്ച് മഹത്തായ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മഹത്തായ സംഘടന അല്ലാഹു തആല നാൾക്കുനാൾ ഉയർത്തട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, സഹായിക്കുന്ന, സഹകരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. ഇതിൻ്റെ നേതൃത്വം നൽകുന്ന അബ്ദുൽ അസീസ് മഹല്ലരി ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഇതിൻ്റെ സംഘാടകർക്ക്, പ്രവർത്തകന്മാർക്ക് നിങ്ങളുടെ എല്ലാ കയ്യൊപ്പും നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും ഈ മഹത്തായ സംഘടനക്കുണ്ടാകണമെന്ന് വിനയ പുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.